ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂസ് മാസ്റ്റർ ബൈ ആർദ്രം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ദേശാഭിമാനി അക്ഷരമുറ്റം ടാലൻറ്റ് ഫെസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള അക്ഷരമുറ്റം ക്യൂസ് വീഡിയോ ആണ്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായി കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ വിജയികൾ ആരാന്ന് നോക്കാം. സമീർ അബ്ദുള്ള പിയും തൻഹ താരയാണ് കഴിഞ്ഞ ദിവസം ആദ്യം കമൻറ്റ് ചെയ്തത്. കൺഗ്രാജുലേഷൻസ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഏത് ലോഹമാണ് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്നറിയപ്പെടുന്നത്? ഉത്തരം മാംഗനീസ്. മലയാളത്തിലെ സിനിമാ അഭിനേതാക്കളുടെ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റിന്റെ ആദ്യത്തെ വനിതാ അധ്യക്ഷ ആരാണ്? ഉത്തരം ശ്വേത മേനോൻ. അടുത്ത ചോദ്യം, 2025 G7 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏത്? ഉത്തരം കാനഡ. അടുത്ത ചോദ്യം, ജൈവവൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച പ്രകൃതി ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം വാൾട്ടർ ജി റോസൻ. ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കമ്പനി ഏത്? ഉത്തരം എയർ ഇന്ത്യ. അടുത്ത ചോദ്യം, 2025 ജനുവരിയിൽ നിലവിൽ വന്ന നാഷണൽ ടർമറിക് ബോർഡിന്റെ ആസ്ഥാനം എവിടെ? ഉത്തരം തെലങ്കാനയിലെ നിസാമാബാദ്. 2025 മുതൽ 2039 വരെയുള്ള കാലയളവിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഏത് തലമുറയിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ജനറേഷൻ ബീറ്റ. റെറ്റിനയുടെ ഗോളാകൃതി നഷ്ടപ്പെടുന്നതിലൂടെ കാഴ്ചയിൽ ഉണ്ടാകുന്ന ന്യൂനത ഏത് രോഗമാണ്? ഉത്തരം ആസ്റ്റിഗ്മാറ്റിസം. ആഗസ്റ്റ് 12 ഏത് ജീവിയുടെ സംരക്ഷണത്തിനുള്ള ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ഉത്തരം ആന. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണത്തിന്റെ കീഴിലായ സംസ്ഥാനം ഏത്? ഉത്തരം മണിപ്പൂർ. 11 തവണയാണ് രാഷ്ട്രപതി ഭരണം മണിപ്പൂരിൽ ഉണ്ടായത്. 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഏത് രാജ്യമാണ്? ഉത്തരം ഇന്ത്യ. ഫുട്ബോളിന്റെ ആകൃതിയിലുള്ള കാർബണിന്റെ രൂപാന്തരം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഫുള്ളറിൻ. ഫുള്ളറിനാണ് ഫുട്ബോളിന്റെ ആകൃതിയിലുള്ളത്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം OR കേളു. ഹിറ്റ് റിഫ്രഷ് എന്നത് ഏത് ഇന്ത്യൻ വംശജനായ അമേരിക്കൻ IT വിദഗ്ധന്റെ ആത്മകഥയാണ്? ഉത്തരം സത്യ നാദല്ല. അടുത്ത ചോദ്യം, ഏത് സസ്യത്തിന്റെ ശാസ്ത്രനാമമാണ് കാസിയ ഫിസ്റ്റുല? ഉത്തരം കണിക്കൊന്ന. കണിക്കൊന്നയുടെ ശാസ്ത്രീയനാമമാണ് കാസിയ ഫിസ്റ്റുല. ഇന്ത്യയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന എന്തിന്റെ ഇനമാണ് റിയോ ഡി ജനീറോ? ഉത്തരം ഇഞ്ചി. 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഏത് രാജ്യമാണ്? ഉത്തരം ഇന്ത്യ. ഇന്ത്യയാണ് 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി. ലോക അവയവ ദാന ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ഉത്തരം ഓഗസ്റ്റ് 13. കേരളത്തിന്റെ എത്രാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ A ജയതിലക് സ്ഥാനമേറ്റത്? ഉത്തരം 50. ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്. രാത്രി 12 ശേഷം എന്ന നോവൽ ഏത് ജനപ്രിയ എഴുത്തുകാരൻ്റെതാണ്? ഉത്തരം അറിയാവുന്നവർ വേഗം കമൻറ്റ് ചെയ്യൂ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.